സർവീസ് 7,500. സർവീസ് കോസ്റ്റ് ഒന്നും നോക്കണ്ട, അതിന് സർവീസ് കോസ്റ്റ് പറ. എത്രയാ? 25 രൂപ. ലോങ് എവിടെ പോയേക്കണം? ലോങ് എടപ്പള്ളി. ഇത് നമുക്ക് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കേൾപ്പിച്ചുതരാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ജബ്ബൂർ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് GTയും അതുപോലെ തന്നെ നമ്മുടെ ബെനലിയുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഒരു റിവ്യൂ പോലത്തെ ഒരു വീഡിയോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൊരു ബിഗിനേഴ്സാണ്, വീഡിയോ പറയുന്നത് ചിലപ്പോൾ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അറിയാവുന്നൊരു ജസ്റ്റ് എന്താ കാര്യം തെറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലോട്ട് കിടന്നാലും. ഏകദേശം നമ്മളിൽ വണ്ടി കിട്ടിയിട്ട് ഒരു 6 മാസത്തോളം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് നോർമൽ ബൈക്കിൽ നിന്നും ഇത്രയും CC ഒരു ബൈക്ക് ഓടിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. കൺട്രോളിങ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. നമ്മൾ ആദ്യം കൈ കൊടുക്കുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ കൈ കൊടുത്തപ്പോൾ എന്താ പറയുക, ഇത്രയും പവറുള്ള വണ്ടി ചുമ്മാ നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോകണമായിരുന്നു. പിന്നെ ബെനലിലാണ് ബാക്കിൽ ഇരിക്കാൻ നേരത്ത് നമ്മൾ തെറിച്ചോണൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സൗണ്ട് നമ്മുടെ SCയുടെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബെനലി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സൗണ്ട് എന്ന് പറയുന്ന രക്ഷയില്ല. എവിടെ നിന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്ന് പോയാലും ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നല്ലൊരു ഇതൊക്കെ ആയിരുന്നു. നല്ല രീതിയിൽ നോക്കിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ചളിയാക്കൊന്നുമില്ല, നമുക്ക് നേരെ ഇനി വണ്ടിയിലിട്ട് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ GTയിൽ നമ്മൾ എക്സോസ് വെച്ചേക്കുന്നത് ഏതാണ്? പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബെനലിയിൽ സെറ്റ് ചെയ്യണ SCയുടെ എക്സോസ് ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഓണേഴ്സ് ഇതാണ്. നമുക്ക് ഇനി അവരുടെ അടുത്ത് ചോദിക്കാം. ആദ്യം തന്നെ നമുക്ക് ബെനലിയിൽ തുടങ്ങാം. കമോൺ ഫെറോസ്, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളിയാ. വണ്ടി ഓടിച്ചിട്ട് നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും പറയാനില്ല. പിന്നെ പെട്രോളൊക്കെ മുതലാവണ്ട? മൈലേജ് റോഡില് 14-15 കിട്ടും, അല്ലാതെ ലോക്കൽ റോഡ് ലോക്കല് 9. പിന്നെ സൗണ്ട് രക്ഷ മാരക സാധനം. ലോങ് എന്തേലും പോയിട്ടുണ്ട്? ലോങ് എന്ന് പറയാൻ ഞാൻ വലിയ റൈഡറൊന്നും അല്ലല്ലോ. അപ്പൊ എന്താ പറയാ, നമ്മുടെ V4-ൽ നിന്നും ബെനലിയിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു? V3-ൽ നിന്ന് എന്റെ പൊന്നു ഒരു രക്ഷയില്ല. സാധനം കയ്യിലേക്കൂലടാ, കൈയിടന്ന് പറയ്ക്കൂടാ. 6 മാസം വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമുണ്ടായില്ല, അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഇനി നേരെ GTയിലേക്ക് വരാം. ഇത് നമ്മുടെ റിസാല ആദ്യം 250 എടുക്കാൻ വേണ്ടിയാണ് നിന്നത്. പിന്നെ നേരെ നമ്മുടെ GTയിലേക്ക് എടുത്തു. അപ്പൊ റിസാൽ GT എങ്ങനെയുണ്ട്? അടിപൊളി. മൈലേജ് നോക്കണ്ട. നമുക്ക് നാസർക്കാരെ വിളിക്കാം. റിസാൽ മൈലേജ് പറ. മൈലേജ് 20-18. പിന്നെ സർവീസ് എങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട്? ഇപ്പൊ സർവീസ് ഫസ്റ്റ് സർവീസ് 7,500. സർവീസ് കോസ്റ്റ് ഒന്നും നോക്കണ്ട, അതിന് സർവീസ് കോസ്റ്റ് പറ. എത്രയാ? 25 രൂപ. അത് നോക്കട്ടെ കൈസ്. പിന്നെ ലോങ് എവിടെ പോയേക്കണം? ലോങ് എടപ്പള്ളി. കൊച്ചി പോയി. എത്ര രൂപ കയ്യിൽ നിന്ന് അടിച്ചിട്ടുണ്ടാവും പെട്രോള്? വീട്ടിൽ നിന്ന് എടുത്തിട്ട് 500 രൂപയ്ക്ക് അടിച്ചത്. പവർ എങ്ങനെയുണ്ട്? പവർ അടിപൊളി. 250-ൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോ ആക്റ്റീവ് നിന്നാണ് കയ്യിൽ ഒതുങ്ങിയായിരുന്നു ആദ്യം വണ്ടി എടുത്തപ്പോഴൊക്കെ. പിന്നെ ഇപ്പൊ സെറ്റായി. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ ഓടിച്ചിട്ട് ഞങ്ങൾക്ക് അതുപോലെ അടിപൊളിയാണ്. നീ നിന്റെ അഭിപ്രായം പറയാം. നീ എന്റെ വണ്ടി കയറിയിട്ട് എന്താർന്നിട്ടായ കൈ കിടന്ന് കാല് വിറക്കാറുണ്ട്. ഇങ്ങനെ എടുത്തു. പിന്നെ അതുപോലെ ഹീറ്റിംഗ് ചുമ്മാ ഒരു പറയണ്ടല്ല, ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കേൾപ്പിച്ചുതരാം. ഇനി നമ്മളെ റിച്ചുടെ റിവ്യൂ ആണ്. റിച്ചു പറ. അത് ചെയിനാണ്. പോലീസുകാർക്ക് കാണാൻ വേണ്ടി ഫൈൻ അടിക്കാൻ വേണ്ടി. ഓക്കെ, പക്ഷെ മനസ്സിലാവില്ല ഓടിക്കൊന്നേ ഓടി. നമ്മൾ GT വാസ് ബെനലി ഒരു ഡ്രാഗ് വെക്കുന്നില്ല, പക്കാളൊരു റോഡില്ല. സൗണ്ട് ഞാൻ കേൾപ്പിച്ചേട്ടാ. ഇതവിടെ 2 പയ്യന്മാർ വന്നിട്ട് ഇനി നമുക്ക് നേരെ GTയിലേക്ക് പോവാം. GTയിൽ പെട്രോൾ ഇല്ല, 100 രൂപ കൊടുക്കുകയാണെങ്കിൽ സൗണ്ട് കേൾപ്പിക്കാം. പയ്യന്മാർക്ക്
ഏത് വണ്ടിയാ? ബെനലിയാണോ അല്ലെങ്കിൽ GT ആണോ? ഫിറോസ് മതിയാ? ഓക്കെ, താങ്ക് യു. ഹാപ്പിനെസ്. മിക്കവാറും ഇവിടെ നാട്ടുകാരൊന്നും നമ്മൾ ഓടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഫ്ലാറ്റാണ്, അവിടെ മാത്രമായിട്ടാണ് വീടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. തൊട്ട് സീനില്ല. ഇപ്പോഴും ഒരു വണ്ടി 390 ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഏത് വണ്ടി? 390 കമ്പയർ ചെയ്യുന്നത്. ഒരു വണ്ടി നിങ്ങൾക്കറിയാം, കമ്പനി ചെയ്യാം. നടിക്കുന്നു മാറിക്കോട്ടെ, അതെ അടിക്കുന്നു മാറിക്കോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ബ്രോ Brasileira.